മുൻപത്തെ വഖഫ് അധിനിവേശത്തിൽ പുറത്തുവന്ന പുതിയ രേഖകളും ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നിലേക്ക്. തിരുവിതാംകൂർ സർക്കാർ 1901 തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പായിരുന്നു പുറത്തുവന്നത്. മുൻപത്തെ ഭൂമി പുഴ പുറമ്പോക്കാണ് എന്നാണ് രേഖകളിലുള്ളത്. രജിസ്റ്റർ പ്രസിദ്ധീകരിച്ചത് 1905 പുറമ്പോക്കെന്നും ഒരു ഭാഗത്ത് പുഴപ്പുറമ്പോക്കെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1901 ഭൂമിയുടെ സ്ഥിതി വ്യക്തമാക്കുന്ന രേഖകളുണ്ടെങ്കിൽ കൈമാറാൻ വഖഫ് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു. സെൻട്രൽ ആർക്കൈവ്സിലായിരുന്നു രേഖകൾ സൂക്ഷിച്ചിരുന്നത്. 580 ഏക്കർ 30 സെന്റ് ഭൂമിയാണ് പുഴപ്പുറമ്പോക്ക്. കോടതികളിൽ നടന്ന വ്യവഹാരങ്ങളിലൊന്നും ഇതുവരെ ഹാജരാക്കപ്പെടാത്ത രേഖയാണിത്. വഖഫ് ഭൂമിയാണ് മുൻപത്തുള്ളതെന്ന വാദം തള്ളുന്നതാണ് പുറത്തുവന്ന രേഖകൾ. മുമ്പ് ഇത് സംബന്ധിച്ച് വ്യവഹാരം നടന്ന കോടതികളിലൊന്നും സമർപ്പിക്കപ്പെടാത്ത രേഖകളാണിത്. അബ്ദുൽ സത്താർ ഹാജി മൂസയ്ക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടച്ചീട്ട് കൊടുത്ത ഭൂമി അനധികൃതമായി സിദ്ദിഖ് സേഠിന്റെ കൈവശം എത്തുകയായിരുന്നു. മുനമ്പത്തെ തീരദേശവാസികൾ ഫറൂഖ് കോളേജിന് വില കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫിന്റേതാണെന്ന അവകാശവാദമായിരുന്നു നിയമപോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടത്. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് മുന്നിലേക്കും വഖഫ് ട്രൈബ്യൂണലിലേക്കും നിർണായക രേഖ എത്തുന്നത് മുനമ്പം സമരസമിതിയുടെ വാദങ്ങൾക്കും ബലമേകും. ജനം, കൊച്ചി.